നമസ്കാരം. ഈ ഭാഗത്തിൽ പൗരത്വത്തെക്കുറിച്ചാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. എങ്ങനെ പൗരത്വം നേടാം, എങ്ങനെ പൗരത്വം നഷ്ടപ്പെടാം എന്നുള്ളതാണ് ഈ ഭാഗത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഭരണഘടനയിലെ രണ്ടാം ഭാഗത്തിൽ ഇന്ത്യൻ പൗരത്വത്തെ സംബന്ധിച്ച വ്യവസ്ഥകൾ ഉൾക്കൊള്ളുന്നു. നിലവിൽ 5 രീതികളിൽ ഇന്ത്യൻ പൗരത്വം നേടാവുന്നതാണ്. 1. ജന്മസിദ്ധമായ പൗരത്വം ബൈ ബർത്ത്. 1950 ജനുവരി 26 അതിനുശേഷമോ ഇന്ത്യയിൽ ജനിച്ച ഏതൊരാളും ജന്മന ഇന്ത്യയിലെ ഒരു പൗരനായിരിക്കും. നമ്പർ 2. രണ്ടാമത്തത് പിന്തുടർച്ച വഴിയുള്ള പൗരത്വം ബൈ ഡിസെൻറ്റ്. 1950 ജനുവരി 26 അതിനുശേഷമോ ഇന്ത്യക്ക് പുറത്തു ജനിച്ച ഒരാൾക്ക് അയാൾ ജനിച്ച സമയത്ത് അയാളുടെ പിതാവ് ഇന്ത്യയിലെ ഒരു പൗരനായിരുന്നെങ്കിൽ പിന്തുടർച്ചയനുസരിച്ച് ഇന്ത്യൻ പൗരത്വം ലഭിക്കുന്നതാണ്. മൂന്നാമത്തത് രജിസ്ട്രേഷൻ മുഖാന്തരം ബൈ രജിസ്ട്രേഷൻ. ഭരണഘടനയിലെയോ 1955 ഇന്ത്യൻ പൗരത്വ നിയമത്തിലെയോ വ്യവസ്ഥകളനുസരിച്ച് ഇന്ത്യൻ പൗരനായി തീരാൻ കഴിഞ്ഞിട്ടില്ലാത്ത ഏതൊരാൾക്കും രജിസ്ട്രേഷൻ വഴി പൗരത്വം ആർജിക്കാവുന്നതാണ്. നാലാമത്തത് ചിരകാലാധിവാസം മുഖേന നാച്ചുറലൈസേഷൻ. മേൽപ്പറഞ്ഞ ഒരു വിഭാഗത്തിലും ഉൾപ്പെടാത്തതായി ആരെങ്കിലും ഉണ്ടെങ്കിൽ അയാൾക്കും ചിരകാലാധിവാസം മുഖേന പൗരത്വം നേടാം. അങ്ങനെ പൗരത്വം ലഭിക്കുന്നതിനുള്ള അയാളുടെ അപേക്ഷ ഗവൺമെൻറ് സ്വീകരിക്കുകയും അതിലേക്ക് തെളിവായി ഗവൺമെൻറ് ഒരു സർട്ടിഫിക്കറ്റ് അയാൾക്ക് നൽകുകയും വേണം. അഞ്ചാമത്തത് പ്രദേശ സംയോജനം മൂലം ഇൻ കോഓപ്പറേഷൻ ഓഫ് ടെറിട്ടറി. ഏതെങ്കിലും ഒരു പ്രദേശം ഇന്ത്യയുടെ ഭാഗമായി തീർന്നാൽ ആ പ്രദേശവുമായുള്ള ബന്ധമനുസരിച്ച് ആരെങ്കിലും ഇന്ത്യൻ പൗരന്മാരായി തീരണമെന്ന് ഇന്ത്യ ഗവൺമെൻറ് ഉത്തരവ് മൂലം വ്യക്തമാക്കുന്നതാണ്. ഇങ്ങനെ ഈ 5 രീതിയിലാണ് ഒരാൾക്ക് പൗരത്വം ലഭിക്കുന്നത്. ഇന്ത്യൻ പൗരത്വം നഷ്ടപ്പെടാം. 3 രീതികളിലൂടെ ഇന്ത്യൻ പൗരത്വം നഷ്ടപ്പെടാവുന്നതാണ്. 1. പരിത്യാഗം റെനൗൺസേഷൻ. മറ്റേതെങ്കിലും ഒരു രാഷ്ട്രത്തിലെ ഒരംശം കൂടിയ ഒരു ഇന്ത്യൻ പൗരൻ നിർദ്ദിഷ്ട രീതിയിലുള്ള ഒരു പ്രഖ്യാപനത്തിലൂടെ തൻ്റെ പൗരത്വം പരിത്യജിച്ചാൽ അങ്ങനെയുള്ള പ്രഖ്യാപനം രജിസ്റ്റർ ചെയ്യുന്ന അവസരം മുതൽ അയാൾ ഇന്ത്യൻ പൗരൻ അല്ലാതായി തീരും. രണ്ടാമത്തത് നിർത്തൽ ചെയ്യുക മൂലം ടെർമിനേഷൻ. ചിരകാലാധിവാസം മുഖേനയോ രജിസ്ട്രേഷൻ മുഖേനയോ മറ്റേതെങ്കിലും വിധമോ ഇന്ത്യൻ പൗരത്വം സമ്പാദിച്ച ഏതൊരാളും അയാൾ ഭരണഘടനയുടെ പ്രവർത്തനം ആരംഭിച്ച 1950 ജനുവരി 26 പൗരത്വ നിയമം പ്രാബല്യത്തിൽ വന്ന 1955 ഡിസംബർ 30 ഇടയ്ക്കുള്ള ഏതെങ്കിലും കാലത്ത് മറ്റൊരു രാജ്യത്തെ പൗരത്വം ആർജിക്കുന്ന തീയതി മുതൽ ഇന്ത്യൻ പൗരനല്ലാതായി തീരുന്നതാണ്. മൂന്നാമത്തത് പൗരത്വപഹാരം ഡിപ്രിവേഷൻ. പൗരത്വ നിയമത്തിലെ 10-ാം വകുപ്പ് അനുസരിച്ച് ഒരു ഉത്തരവ് പുറപ്പെടുവിച്ച് ഒരു പൗരൻ്റെ പൗരത്വം ഇല്ലാതാക്കുവാൻ കേന്ദ്ര ഗവൺമെൻറ്റിന് അധികാരമുണ്ട്. ചിരകാലാധിവാസം മുഖേനയോ ഭരണഘടനയുടെ 5-ാം വകുപ്പിലെ സി ഉപവകുപ്പ് അനുസരിച്ചോ രജിസ്ട്രേഷൻ മുഖാന്തരമോ ഇന്ത്യൻ പൗരത്വം ആർജിച്ചവരെ സംബന്ധിച്ചു മാത്രമേ ഈ അധികാരം ഉപയോഗിക്കാൻ പാടുള്ളൂ. ഇങ്ങനെയാണ് 3 വിധത്തിൽ നമ്മുടെ സിറ്റിസൺഷിപ്പ് നഷ്ടപ്പെടാവുന്നത്.